ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും QSPSC ഹസൽ PYQയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 124/2025 ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കലാസാഹിത്യം ഭാഗത്ത് നിന്ന് കുറച്ച് നല്ല ചോദ്യങ്ങളുണ്ട്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. കേരളത്തിൻ്റെ മതസഹിഷ്ണുതയ്ക്ക് ഉദാഹരിക്കാവുന്ന ഏറ്റവും പഴയ ശാസനമേത്? തരിസാപ്പള്ളി ശാസനം. കേരളത്തിൻ്റെ മതസഹിഷ്ണുതയ്ക്ക് ഉദാഹരിക്കാവുന്ന ഏറ്റവും പഴയ ശാസനമേത്? തരിസാപ്പള്ളി ശാസനം. മഹാശിലാസ്മാരകങ്ങളിൽ കേരളത്തിന് പ്രത്യേകമായുള്ള സ്മാരകം മുനിയറ. മഹാശിലാസ്മാരകങ്ങളിൽ കേരളത്തിന് പ്രത്യേകമായുള്ള സ്മാരകം ഏതാണ്? മുനിയറ. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ. കേരളത്തിൽ നിന്ന് ലഭിച്ച റോമൻ സ്വർണ്ണമേത്? ഔറേയൂസ്. ഔറേയൂസ് ആണ് കേരളത്തിൽ നിന്ന് ലഭിച്ച റോമൻ സ്വർണ്ണ നാണയം. ആനമേൽ എഴുന്നള്ളിപ്പ് ഏത് മതത്തിൻ്റെ ആചാരമായിരുന്നു? ബുദ്ധമതം. ബുദ്ധമതത്തിൻ്റെ ആചാരമായിരുന്നു ആനമേൽ എഴുന്നള്ളിപ്പ്. ലീലാതിലകം രചിക്കപ്പെട്ട നൂറ്റാണ്ട് ഏതാണ്? 14-ാം നൂറ്റാണ്ട്. AD 14-ാം നൂറ്റാണ്ട്. ലീലാതിലകം രചിക്കപ്പെട്ട നൂറ്റാണ്ട് ഏതാണ്? AD 14-ാം നൂറ്റാണ്ട്. പാട്ടിൻ്റെ നിർവ്വചനം പൂർണ്ണമായും യോജിക്കുന്ന കൃതി ഏത്? തിരുനിഴൽമാല. പാട്ടിൻ്റെ നിർവ്വചനം പൂർണ്ണമായി യോജിക്കുന്ന കൃതി തിരുനിഴൽമാല. മരിച്ചവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്ന വലിയ കളിമൺ ഭരണിയുടെ പേരെന്താണ്? നന്നങ്ങാടികൾ. മരിച്ചവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്ന വലിയ കളിമൺ ഭരണിയുടെ പേരെന്താണ്? നന്നങ്ങാടികൾ. ലീലാതിലകം രചിക്കപ്പെട്ട നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ട്. പാട്ടിൻ്റെ നിർവ്വചനം പൂർണ്ണമായും യോജിക്കുന്ന കൃതി ഏത്? തിരുനിഴൽമാല. മരിച്ചവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്ന വലിയ കളിമൺ ഭരണികളുടെ പേര് നന്നങ്ങാടികൾ. പ്രാചീന കേരളത്തിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രമായ കച്ചിൽ എന്ന നഗരത്തെക്കുറിച്ച് പരാമർശമുള്ള കൃതി ഏത്? പയ്യന്നൂർ പാട്ട്. ഓപ്ഷൻ ബി പയ്യന്നൂർ പാട്ട്. പ്രാചീന കേരളത്തിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രമായ കച്ചിൽ എന്ന നഗരത്തെക്കുറിച്ച് പരാമർശമുള്ള കൃതി ഏതാണ്? പയ്യന്നൂർ പാട്ട്. മലയാളത്തിൽ പൂർണ്ണമായും അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം ഏതാണ്? ഓപ്ഷൻ ഡി സംക്ഷേപ വേദാന്തം. മലയാളത്തിൽ പൂർണ്ണമായും അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാന്തം. ലഭ്യമായതിൽ ഏറ്റവും പ്രാചീന മണിപ്രവാള കൃതി ഏത്? വൈശികതന്ത്രം. വൈശികതന്ത്രമാണ് ലഭ്യമായതിൽ ഏറ്റവും പ്രാചീനമായ മണിപ്രവാള കൃതി. ഒന്നും കൂടെ നമുക്ക് നോക്കാം ചോദ്യങ്ങൾ. ലീലാതിലകം രചിക്കപ്പെട്ട നൂറ്റാണ്ട് ഏതാണ്? 14-ാം നൂറ്റാണ്ട്. പാട്ടിൻ്റെ നിർവ്വചനം പൂർണ്ണമായി യോജിക്കുന്ന കൃതി ഏത്? തിരുനിഴൽമാല. മരിച്ചവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന വലിയ കളിമൺ ഭരണിയുടെ പേര് നന്നങ്ങാടികൾ. പ്രാചീന കേരളത്തിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രമായ കച്ചിൽ എന്ന നഗരത്തെക്കുറിച്ച് പരാമർശമുള്ള കൃതി ഏത്? പയ്യന്നൂർ പാട്ട്. മലയാളത്തിൽ പൂർണ്ണമായും അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാന്തം. ലഭ്യമായതിൽ ഏറ്റവും പ്രാചീനമായ മണിപ്രവാള കൃതി ഏത്? വൈശികതന്ത്രം. അടുത്ത ചോദ്യം. നാനം മോനം എന്ന പേരിൽ അറിയപ്പെടുന്ന ലിപി ഏത്? നാനം മോനം എന്ന പേരിൽ അറിയപ്പെടുന്ന ലിപി ഏത്? വട്ടെഴുത്ത്. വട്ടെഴുത്തിനെയാണ് നാനം മോനം എന്നറിയപ്പെടുന്നത്. കേരളത്തെക്കുറിച്ച് വ്യക്തമായ പരാമർശമുള്ള ആദ്യ സംസ്കൃത കൃതി ഏത്? ഐതരേയ ആരണ്യകം. കേരളത്തെക്കുറിച്ച് വ്യക്തമായ പരാമർശമുള്ള ആദ്യ സംസ്കൃത കൃതി ഏത്? ഐതരേയ ആരണ്യകം. ചേരന്മാരുടെ രാജധാനിയായി പ്രാചീന കാവ്യങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന നഗരമേത്? വഞ്ചി. ചേരന്മാരുടെ രാജധാനിയായി പ്രാചീന കാവ്യങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന നഗരമേത്? വഞ്ചി. കേരളത്തിലെ പെരിയാർ നദിയെ ചൂർണി എന്ന പേരിൽ സൂചിപ്പിക്കുന്ന പ്രാചീന കൃതി ഏത്? അർത്ഥശാസ്ത്രം. കേരളത്തിലെ പെരിയാർ നദിയെ ചൂർണി എന്ന പേരിൽ സൂചിപ്പിക്കുന്ന പ്രാചീന കൃതി ഏത്? അർത്ഥശാസ്ത്രം. ആനയച്ച് എന്ന നാണയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന മണിപ്രവാള കൃതി ഏത്? ഉണ്ണിയച്ചി ചരിതം. ഉണ്ണിയച്ചി ചരിതത്തിലാണ് ആനയച്ച് എന്ന നാണയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഒന്നും കൂടെ നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ നോക്കാം. ലഭ്യമായതിൽ ഏറ്റവും പ്രാചീനമായ മണിപ്രവാള കൃതി ഏതാണ്? വൈശികതന്ത്രം. പ്രാചീന മണിപ്രവാള കൃതി ഏത്? വൈശികതന്ത്രം. നാനം മോനം എന്ന പേരിൽ അറിയപ്പെടുന്ന ലിപി വട്ടെഴുത്ത്. വട്ടെഴുത്തിനെയാണ് നാനം മോനം എന്നറിയപ്പെടുന്നത്. കേരളത്തെക്കുറിച്ച് വ്യക്തമായ പരാമർശമുള്ള ആദ്യ സംസ്കൃത കൃതി ഏത്? ഐതരണേയ ആരണ്യകം. ചേരന്മാരുടെ രാജധാനിയായി പ്രാചീന കാവ്യങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന നഗരമേത്? വഞ്ചി. കേരളത്തിൽ പെരിയാർ നദിയെ ചൂർണി എന്ന പേരിൽ സൂചിപ്പിക്കുന്ന പ്രാചീന കൃതി ഏത്? അർത്ഥശാസ്ത്രം. ആനയച്ച് എന്ന നാണയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന മണിപ്രവാള കൃതി ഏത്? ഉണ്ണിയച്ചി ചരിതം. കലാസാഹിത്യ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളായതുകൊണ്ട് നമുക്ക് ഏത് പരീക്ഷയ്ക്ക് വേണമെങ്കിലും റിപ്പീറ്റ് അടിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം
ഇതൊന്ന് വീഡിയോ വീണ്ടും 1-2 വട്ടം റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. ഓക്കെ. കൊല്ലവർഷത്തെക്കുറിച്ച് പരാമർശമുള്ള ആദ്യ ശാസനമേത്? മാമ്പള്ളി ശാസനം. കൊല്ലവർഷത്തെക്കുറിച്ച് പരാമർശമുള്ള ആദ്യ ശാസനം മാമ്പള്ളി ശാസനം. മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ച വിദേശീയർ ആരാണ്? പോർച്ചുഗീസുകാർ. മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ച വിദേശീയർ പോർച്ചുഗീസുകാർ. ഗ്രീക്ക് ഭൂമിശാസ്ത്രജ്ഞനായ ടോളമി കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുമ്പോൾ സൂചിപ്പിക്കുന്ന രാജവംശമേത്? ആയി രാജ്യം. ഗ്രീക്ക് ഭൂമിശാസ്ത്രജ്ഞനായ ടോളമി കേരളത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ സൂചിപ്പിക്കുന്ന രാജവംശമേത്? ആയി രാജ്യം. ചേര രാജാവായ കുലശേഖരവർമ്മ രചിച്ച സംസ്കൃത നാടകമേത്? തപതി സംവരണം. ചേര രാജാവായ കുലശേഖരവർമ്മ രചിച്ച സംസ്കൃത നാടകമേതാണ്? തപതി സംവരണം. ചൂസ് ദ സ്ക്രിപ്റ്റ് പ്രിവലന്റ് ഇൻ തമിഴ്നാട് ഏരിയ ഫ്രം അബൌട്ട് 7th century AD. ഏതാണ്? ഗ്രന്ഥയാണ്. തമിഴ്നാട്ടിൽ 7th century AD 7-ാം നൂറ്റാണ്ട് മുതൽ നിലവിലുള്ള സ്ക്രിപ്റ്റ് ഏതാണ്? ഗ്രന്ഥ. ഫൈൻഡ് ഔട്ട് ദ സർവൈവൽ സ്ക്രിപ്റ്റ് ഓഫ് സദേൺ നഗരി. ഏതാണ്? മോഡി. പിക്കപ്പ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആ ചോദ്യം വേണ്ട. ഹൂ അമംഗ് ദി ഫോളോയിങ് ഇൻട്രൊഡ്യൂസ് ദ യൂസ് ഓഫ് പേപ്പർ ടു ഇന്ത്യ? മുഗൾ റൂളേഴ്സ്. അടുത്ത ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ ലിറ്റററി വർക്ക് ഡിസ്ക്രൈബിംഗ് ദി മുദ്രാസ് ഇൻ കഥകളി. ഏതാണ്? ഹസ്തലക്ഷണ ദീപികയാണ് അല്ലേ? ഫൈൻഡ് ഔട്ട് ദ ലിറ്റററി വർക്ക് ഡിസ്ക്രൈബിംഗ് ദ മുദ്രാസ് ഇൻ കഥകളി മുദ്രകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വർക്ക് ഏതാണ്? ഹസ്തലക്ഷണ ദീപിക. പിക്ക് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് അബൌട്ട് സംഗീത ചന്ദ്രികയെക്കുറിച്ച് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഡിവൈഡഡ് ഇൻറ്റു 10 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ് തെറ്റ്. എന്താണ് സംഗീതശാസ്ത്ര? ഡീൽസ് വിത്ത് മ്യൂസിക്കൽ തിയറി. ആറ്റൂർ കൃഷ്ണ പിഷാരടി ദ ഓദർ. വർക്ക് ഫ്രം കേരള. ഓക്കെ. അപ്പം സംഗീത ചന്ദ്രികയുടെ രചയിതാവ് ആരാണ്? ആറ്റൂർ കൃഷ്ണ പിഷാരടി. മ്യൂസിക്കൽ തിയറിയാണ്. അടുത്ത ചോദ്യം. വിച്ച് ഇസ് ദ ഓൾഡസ്റ്റ് പ്രോസ് റൈറ്റിംഗ് ഓഫ് ദ ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിലെ ഓൾഡസ്റ്റ് പ്രോസ് റൈറ്റിംഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബ്രാഹ്മണാസ് ആണ്. ഋഗ്വേദ ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് കണ്ടെയ്നിങ് ആർഷികാസ്. ഋഗ്വേദവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? കണ്ടെയ്ൻസ് ആർഷികാസ് എന്നുള്ളതാണ് ബന്ധമില്ലാത്തത്. ബന്ധമുള്ള ഏതാണെന്ന് നോക്കാം. ഋഗ്വേദയിൽ 1017 ഹിംസ് ഉണ്ട്. ഹോട്ട ആണ് പ്രീസ്റ്റ്. 10 മണ്ഡലാസ്. Which is the metal most frequently mentioned in the Rigveda? ഗോൾഡിനെ കുറിച്ചാണ് ഋഗ്വേദയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് പരാമർശിക്കുന്നത്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ ഓൾഡസ്റ്റ് ലിറ്റററി മോണുമെന്റ് ഓഫ് ഇന്ത്യൻ മെഡിസിൻ്റെ ഓൾഡസ്റ്റ് ലിറ്റററി മോണുമെന്റ് ഏതാണ്? അഥർവവേദ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ ഓൾഡസ്റ്റ് ലിറ്റററി മോണുമെന്റ് ഓഫ് ഇന്ത്യൻ മെഡിസിൻ? ഏതാണ്? അഥർവവേദ. വിച്ച് ഗവർണർ ജനറൽ എസ്റ്റാബ്ലിഷ് ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ? ആർക്കിയോളജിക്കൽ സർവേ എസ്റ്റാബ്ലിഷ് ചെയ്ത ഗവർണർ ജനറൽ ആരാണ്? ചാൾസ് ജോൺ കാനിങ്. ചോദ്യം 66. റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഫോൾസ് അണ്ടർ വിച്ച് ഡിസിപ്ലിൻ? റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഏത് ഡിസിപ്ലിൻ്റെ കീഴിൽ വരും? ഫിസിക്സിനകത്താണ് അല്ലേ? ഫിസിക്സ്. ഹൂ പ്രപ്പോസ്ഡ് ഏരിയൽ ഫോട്ടോഗ്രാഫി ഇൻ ദ ആർക്കിയോളജിക്കൽ ഫീൽഡ് ഡ്യൂറിങ് വേൾഡ് വാർ വണ്ണിൽ ഏരിയൽ ഫോട്ടോഗ്രാഫി പ്രപ്പോസ് ചെയ്ത ആരാണ്? ഓപ്ഷൻ ബി OGS ക്രോഫോർഡ് ആണ് ഫസ്റ്റ് വേൾഡ് വാർ സമയത്ത് ഏരിയൽ ഫോട്ടോഗ്രാഫി പ്രപ്പോസ് ചെയ്തത്. ആരാണ്? OGS ക്രോഫോർഡ്. അപ്പം ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് പെയിൻറ്റർ NCA കേരള സ്റ്റേറ്റ് വാട്ടർ അതോറിറ്റി പെയിൻറ്റർക്ക് വേണ്ടിയിട്ട് ഒരു എക്സാം നടത്തിയിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 134/2025. ഇതിൽ നമുക്ക് സയൻസിൻ്റെ ഭാഗത്തും IT ഭാഗത്തുനിന്നുമാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. നോക്കാം. പ്രാഥമിക വർണ്ണങ്ങൾ ഏവ? ചുവപ്പ്, മഞ്ഞ, നീല. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പ്, മഞ്ഞ, നീല. ഏത് 2 നിറങ്ങൾ ചേർത്താലാണ് ഓറഞ്ച് നിറം ലഭിക്കുക? മഞ്ഞയും ചുവപ്പും. ഏത് നിറത്തിലേക്കും വെള്ള കലർത്തിയാൽ എന്ത് നിറമുണ്ടാകും? ന്യൂട്രൽ. പെയിൻറ്ററിൻ്റെ എക്സാമാണ്, അതാണ് കളറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. തുരുമ്പെടുക്കാതിരിക്കാനുള്ള കഴിവ് ലോഹത്തിൻ്റെ ഡാഷിനെ ആശ്രയിച്ചിരിക്കുന്നു. എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ലോഹം നിർമ്മിച്ചിരിക്കുന്ന രീതി. ഫോസ്ഫേറ്റ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? ഫോസ്ഫോറിക് ആസിഡ്.
ഇരുമ്പ് തുരുമ്പെടുക്കുന്നതിന് തടയാൻ എന്താണ് കോട്ട് ചെയ്യുന്നത്? ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് തടയാൻ എന്താണ് കോട്ട് ചെയ്യുന്നത്? റെഡ് ഓക്സൈഡ്. ഒരേ മെറ്റൽ ഉപരിതലത്തിൽ ആറ്റങ്ങൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഏത് കൊറോഷനാണെന്ന് സംഭവിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് കൊറോഷനാണ് സംഭവിക്കുന്നത്. ഒരേ മെറ്റൽ ഉപരിതലത്തിൽ ആറ്റങ്ങൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഏത് കൊറോഷനാണ് നടക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് കൊറോഷൻ. അടുത്ത ചോദ്യം, പെയിന്റ് നിർമ്മാണത്തിന് ചേർക്കുന്ന അടിസ്ഥാന ഘടകം ഏതാണ്? ഓപ്ഷൻ സി റെസിൻ. പെയിന്റ് നിർമ്മാണത്തിന് ചേർക്കുന്ന അടിസ്ഥാന ഘടകം ഏതാണ്? ഓപ്ഷൻ സി റെസിൻ. അടുത്തത് IT യുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണം ഏതാണ്? പ്രിൻ്റർ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ? ഫോട്ടോഷോപ്പ്. എന്താണ് DTPയുടെ പൂർണ്ണരൂപം? ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. DTPയുടെ പൂർണ്ണരൂപം എന്താണ്? ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. CMYK എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക്. കമ്പ്യൂട്ടർ മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? ബിറ്റ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ആരാണ്? ചാൾസ് ബാബേജ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ യൂണിറ്റുകൾ എന്തൊക്കെയാണ്? ഹാർഡ്വെയർ. ഓപ്ഷൻ സി ഹാർഡ്വെയർ ആണ് ഫിസിക്കൽ യൂണിറ്റ്. താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് തീ ആളിക്കത്താൻ സഹായിക്കുന്നത്? ഓക്സിജൻ. PPEയുടെ പൂർണ്ണരൂപം എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. എന്താണ് PPE? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. വെജിറ്റേറിയൻ ഉൽപ്പന്നങ്ങളെ സൂചിപ്പിക്കുന്ന കളർ കോഡ് എന്താണ്? പച്ച. വെജിറ്റേറിയൻ ഉൽപ്പന്നങ്ങളെ സൂചിപ്പിക്കുന്ന കളർ കോഡ് പച്ച. വിവിധ നിർമ്മാണങ്ങൾക്ക് അലൂമിനിയം കൂടുതലായി ഉപയോഗിക്കുന്നു. കാരണം എന്താണ്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. എന്തൊക്കെയാണ്? അലൂമിനിയത്തിന് ഭാരക്കുറവാണ്, തുരുമ്പിക്കലിനെ തടയുന്നു, വേഗത്തിൽ ജോലി ചെയ്യുന്നതിന് സാധിക്കുന്നു. അപ്പം ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ചോദ്യം. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും പുതിയ ക്വസ്റ്റ്യൻസും പുതിയ ചോദ്യപേപ്പറുകളുമായി കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.